2 വേർഡിൽ പറയണമെങ്കിൽ ട്രൈ അഗൈൻ. അല്ല, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. വീണ്ടും ഞാൻ കാലുകൾ കൊണ്ട് അറ്റാക്ക് ചെയ്ത് നോക്കാം. ഈ ആടിക്കൊണ്ടിരിക്കുന്ന കലങ്ങളെ കാണുമ്പോ എന്റെ വയറ്റിലുള്ള വിശപ്പും ഇതുപോലെ ഡാൻസ് ആടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ഏതായാലും ഒരു കുൽഫി കഴിച്ചോട്ടെ. ട്വിങ്കിൾ, ഡോഡോ, ഇത്തവണ നിങ്ങൾ ആ കലം നല്ലവണ്ണം ഷേക്ക് ചെയ്യണം. ഞാൻ ഫുൾ സ്പീഡിൽ വന്ന് അറ്റാക്ക് ചെയ്ത് നോക്കാം. കലക്കി കേക്കോ. 2 വേർഡിൽ പറയണമെങ്കിൽ അൾട്ടിമേറ്റ് അക്യുറസി. സാധാരണ അൾട്ടിമേറ്റ് അല്ല, സൂപ്പർ അൾട്ടിമേറ്റ്. അതേ കേക്കൂ, നീ ഒറ്റ കേക്കിൽ 2-3 കലങ്ങളെ തട്ടിത്തെറിപ്പിച്ചത്. പിന്നെ നീ എന്തിനാ വേണ്ട ഈ കാറ്റിലാടുന്ന കലങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്നത്? കാരണം ലോകത്തുള്ള ഏത് ആപത്ത് വന്നാലും ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഒന്നും പറയാൻ പറ്റില്ല. വളരെ വ്യത്യസ്തനായ എതിരാളി ഇങ്ങോട്ട് വരികയാണെങ്കിൽ, കാറ്റിൽ പറന്നുകൊണ്ട് ഇവിടുന്ന് അവൻ ചാടി ചാടി അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ വരുമ്പോ അവനെ ഫേസ് ചെയ്യാൻ നിന്റെ ഈ കിക്ക് 2 വാക്കിൽ പറയണമെങ്കിൽ വെരി യൂസ്ഫുൾ. സാധാരണ യൂസ്ഫുൾ അല്ല, വെരി വെരി യൂസ്ഫുൾ. നീ ഇങ്ങനെ ചാടി ചാടി അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോ എന്റെ വയറ്റിലുള്ള വിശപ്പ് അതും ചാടി തുടങ്ങിയിരിക്കുക. ഒരല്പം കഴിച്ചോട്ടെ. ഗുഡ് മോർണിംഗ് മേയർ അങ്കിൾ. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണ. ഗുഡ് മോർണിംഗ് കിക്കോ. ഇന്ന് ഞാൻ എന്റെ പേഴ്സണൽ ഗാർഡനിൽ ഫ്ലാറ്റ്സ് കെട്ടാനുള്ള ജോലിയിലായിരുന്നു. അവിടുന്ന് എനിക്ക് എന്താ കിട്ടിയതെന്നറിയോ? വാവ്, ഇത് വളരെ പഴയ കണ്ണാണെന്ന് തോന്നല്ലോ. സാധാരണ പഴയതല്ല, വളരെ പഴയത്. എന്റെ ഈ വയറ്റിലുള്ള വിശപ്പ് പോലെ. എന്നാ ഞാനൊരു അല്പം കഴിച്ചോട്ടെ. അതെ, ആ ഗണ്ണിനകത്ത് എത്ര ബുള്ളറ്റ് ഉണ്ട്? ഇതിനകത്ത് ഒരു ബുള്ളറ്റ് പോലുമില്ല. എല്ലാം തീർന്നു പോയിന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അയാൾ ആ ദേഷ്യത്തിൽ ഈ ഗണ്ണ് വലിച്ചെറിഞ്ഞിട്ട് പോയത്. ഒരു കുഴപ്പവുമില്ല. ഇന്നു മുതൽ ഈ ഗണ്ണ് ഞാൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. ടോട്ടൽ സൺസിറ്റിയെയും കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും കയ്യിൽ നിന്നും രക്ഷിക്കാൻ പോവുകയാണ്. സാമ്രാജ്യമില്ലാത്ത രാജാവും ബുള്ളറ്റ് ഇല്ലാത്ത ഗണ്ണും വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? പറയൂ. സാർ ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം, ബുള്ളറ്റ് ഇല്ലാത്ത ഗണ്ണ് വെച്ചുകൊണ്ട് മേയർ എങ്ങനെ സൺസിറ്റിയെ രക്ഷിക്കുക? സിമ്പിൾ ആണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഈ ഗണ്ണിനകത്ത് ബുള്ളറ്റ് ഒന്നുമില്ല. ആ കാര്യം എനിക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ നിങ്ങൾക്കും അറിയാം. പക്ഷേ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും ഈ കാര്യം അറിയില്ലല്ലോ. ഇത് എംപ്റ്റി ആണെന്ന്. കലക്കി മേയർ, അടിപൊളി ഡയലോഗാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതൊന്ന് നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. കലക്കി മേയർ എങ്കിൽ ആ ഗണ്ണ് കാണാൻ ഒറിജിനൽ പോലെ തന്നെയുണ്ട്. ഞാൻ അതുകൊണ്ട് കുറച്ചു നേരം കളിച്ചോട്ടെ. വേണ്ട, ഡോണ്ട് ടച്ച്. ഇത് ഒറിജിനൽ ഗണ്ണ് തന്നെയാണ്. ഇത് കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള ടോയ് ഗണ്ണല്ല. ഇനി ഞാൻ വീട്ടിലേക്ക് ചെന്ന് ഇത് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. കൊള്ളാം, കലക്കി. ഇതിപ്പോ കാണാൻ പുത്തം പുതിയ ഗണ്ണ് പോലെയുണ്ട്. ഈ ഗണ്ണ് വെച്ചുകൊണ്ട് ഞാൻ സൺസിറ്റിയുടെ രക്ഷകനായി മാറാൻ പോവുകയാണ്. അയ്യോ, രാത്രി സമയത്ത് എന്താ R7 ബ്ലിങ്ക് ആവുന്നേ? എന്ന് വെച്ചാൽ ഇവിടെ അടുത്തെവിടെയോ ആപത്തുണ്ടെന്ന് അർത്ഥം. ഞാൻ പുറത്തു ചെന്ന് ഉടനെ ചെക്ക് ചെയ്യണം. പെട്ടെന്ന് ലൈറ്റ്സ് എന്താ പറ്റിയത്?
ഓ എന്റെ ദൈവമേ, ഈ യുഎഫ്ഒ എവിടെ നിന്നാ ഇപ്പൊ വന്നത്? അത് ഇവിടെ ഞാൻ ഒരല്പം കഴിച്ചോട്ടെ. അയ്യോ, ഈ UFO എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം? യുഎഫ്ഒയെ 3 വേർഡിൽ പറയണമെന്നുണ്ടെങ്കിൽ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്, അതായത് സ്പേസ് ക്രാഫ്റ്റ്. അതിനകത്ത് ഏലിയൻസ് ആണ് ട്രാവൽ ചെയ്യുന്നത്. ഈഷ്, മൂമി, ശരിക്കും ഇവൻ ഏലിയൻ തന്നെയാണ്. അവൻ എന്തൊരു പൊക്കമാണെന്ന് നോക്കിയേ. മൂമി, നമ്മുടെ ഈ സൺസിറ്റിയെ ഏലിയന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ്. നിങ്ങൾ ആരാ? എന്തിനാ സൺസിറ്റിയിലേക്ക് വന്നിരിക്കുന്നത്? രാംബാദിസ്ക ദേക്കോ കൂനയോ? ശടാ, ഇതേത് തരം ഭാഷയാ? രാംബാദിസ്ക ദേക്കോ കൂന. അയ്യോ, ഇയാൾ സംസാരിക്കുന്ന കേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന തോന്നുന്നേ. അയാൾ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നത്. ഹലോ, ഒരു മിനിറ്റ്. നമുക്കിപ്പോ പല ലാംഗ്വേജസ് അറിയുന്ന ആളാണ് ആവശ്യം. ഏലിയന്റെ ഭാഷ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് പറഞ്ഞു തരണം. ആ, ഈ ജോലി നിങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് ഞാനെങ്ങനെ ചെയ്യാൻ പറ്റും? റൈറ്റ് കിക്കോ, ചട്പട്ട് അങ്കിളിന്റെ ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലോകത്തുള്ള ഏത് ലാംഗ്വേജും ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ജൂനിയർ അങ്കിൾ, നിങ്ങൾ ദയവേത് ഒരു പ്രാവശ്യം ഏലിയനോടൊന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. കിക്കോ, ഞാൻ നിന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്നു കിക്കോ. അതുകൊണ്ട് ഞാൻ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. ഇടാ ജൂനിയർ, അവൻ എന്തായി പറയുന്നത്? ഗാർബേജ്. എന്തോന്ന് ഗാർബേജോ? അവൻ സംസാരിക്കുന്നത് ഗാർബേജ് ആണോ? അവന്റെ പ്ലാനറ്റ് ഗാർബേജ് ആണോ? അതല്ല സാറേ, അവൻ ചോദിക്കുന്നത് ഗണ്ണാണ്. എന്റെ മുത്തശ്ശന്റെ കാലത്തുള്ള പഴയ ഗണ്ണാണ് അവൻ ചോദിക്കുന്നത്. അത് മേയറിന് മണ്ണിന്റെ അടിയിൽ നിന്ന് കിട്ടിയതായി പറഞ്ഞില്ലേ? ഈഷ്, ആ ഗൺ എനിക്ക് എന്റെ വീടിന്റെ ഗാർഡനിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ അതെങ്ങനെയാണ് ഏലിയന്റെ മുത്തച്ഛന്റെ ഗണ്ണായി മാറുന്നത്? അയാളിപ്പോ പറഞ്ഞു വരുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പുള്ള അയാളുടെ മുത്തശ്ശൻ ഭൂമിയിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് ഇയാളുടെ മുത്തശ്ശൻ കുറച്ചു ദിവസം വെക്കാനായി ഏതോ ഒരാളുടെ കയ്യിൽ കൊടുത്തിരുന്നു. പക്ഷെ അതിനുശേഷം അയാള് ആ ഗണ്ണിനെ തന്റെ മുത്തശ്ശന്റെ കയ്യിൽ കൊടുത്തിരുന്നില്ല. ഈഷ്, വാങ്ങിച്ചവനല്ലേ തിരിച്ചു കൊടുക്കാതെ പോയത്? അതിനുവേണ്ടി ഞാൻ ഇതിനെ തിരിച്ചു കൊടുക്കുന്നത്. അയാൾ ഇപ്പൊ പറഞ്ഞു വരുന്നത് അയാളുടെ മുത്തശ്ശന്റെ ഗണ്ണിപ്പൊ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിലേ സൺസിറ്റി മൊത്തം കളിക്ക് മറക്കുമെന്നാ പറയുന്നത്. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ അവൻ ചെയ്യുമെന്നാ പറയുന്നേ. ആദ്യം നമുക്ക് ബിൽഡിംഗിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കണം. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ. വിളിച്ചാലുടെ നടി വന്നെത്തുന്ന ഹീറോ. ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിരുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഒന്ന് വേഗം ചെല്ലു സൂപ്പർ സ്പീഡോ. ആ ബിൽഡിംഗിൽ കുടുങ്ങിക്കിടക്കുന്ന ജനങ്ങളെ രക്ഷിക്കണം. ഓൾറൈറ്റ് ബഡി, നമ്മൾ ഇവിടെ ഉള്ളത് വരെ സൺസിറ്റിയിലെ ജനങ്ങൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല. സൂപ്പർ സ്പീഡോ, ജനങ്ങൾ താഴെ വീണോണ്ടിരിക്കുക. ഫോർമുല നമ്പർ 333. ഷുവർ കീക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 333. ബിൽഡിംഗിന്റെ ഭാഗങ്ങൾ തകർന്ന് ജനങ്ങളുടെ മേത്ത് വീഴാണെങ്കിൽ അവരുടെ ജീവൻ ആപത്താ. വേഗം ഫോർമുല നമ്പർ 148. ഗുഡ് ഐഡിയ കീക്കോ, അപ്ലൈയിങ് ഫോർമുല 148. ബിൽഡിംഗിന്റെ ഭാഗങ്ങളൊക്കെ ഞാൻ മാറ്റിക്കഴിഞ്ഞു കീക്കോ. പ്രോബ്ലം സോൾവ്. സോറി ഏലിയൻ, നീ പറഞ്ഞതിൽ ഒരു വാക്കുപോലും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ആ ചെറിയൊരു കണ്ണിന് വേണ്ടി ഇവിടെ വന്ന് ആക്രമിക്കുന്നത് വലിയ തെറ്റാ. ഓ
എലിനെ ടച്ച് ചെയ്തതും എനിക്ക് ഷോക്ക് ഏൽക്കുന്നുണ്ടല്ലോ. പക്ഷെ ഇതെങ്ങനെയാ സംഭവിച്ചത്? സൂപ്പർ സ്പീഡോ, ആദ്യം നമുക്ക് ആ UFOയുടെ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടണം. ഫോർമുല നമ്പർ 99. ഓക്കെ ഡ്യൂഡ്, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 99. ഒന്നും പറ്റുന്നില്ല. ഞാൻ 2 മിസൈൽസ് അയച്ചു. UFO എനിക്കെതിരെ 3 അയച്ചു. ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കീക്കോ. Rampa dista de cocona. സൂപ്പർ സ്പീഡോ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബ്ലാസ്റ്റ് ആയതുകൊണ്ട് എന്റെ സിസ്റ്റം ടോട്ടൽ ഡാമേജ് ആയിപ്പോയി. ഡോറെല്ലാം ഇപ്പോൾ ജാം ആയിരിക്കുകയാണ്. ഇപ്പൊ എനിക്ക് നിന്നെ പുറത്തേക്ക് അയക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നീ എന്നെ ഓർത്ത് വിഷമിക്കേണ്ട സൂപ്പർ സ്പീഡോ. ആദ്യം നീ ശരിയാവാൻ നോക്ക്. മറ്റൊരു കാര്യം, ഇതുപോലൊരു സാഹചര്യത്തിൽ നിന്നെ തനിച്ചാക്കി ഞാൻ ഒരിക്കലും പോവില്ല. ഇനി ഒരു ബ്ലാസ്റ്റ് എന്റെ ദേഹത്തോട്ട് വന്നു വീണാൽ പിന്നീട് ഒരിക്കലും എന്നെ റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാവും ഞാൻ. ഇന്ന് പിടിച്ചോ നിന്റെ മുത്തശ്ശന്റെ പഴയ ഗണ്ണ്. ഇതും കൊണ്ട് നീ അങ്ങ് പോയിക്കോളൂ. എന്നിട്ട് കീക്കോയെയും സൂപ്പർ സ്പീഡോയും വിട്ടയക്കൂ. Humbara duptara, brum brum. ആ ഗണ്ണ് എവിടെയാണ് കാണാതെ പോയത്? ഞാൻ വളരെ രഹസ്യമായിട്ട് ആ ബോക്സിനകത്ത് വെച്ചതാണല്ലോ. Chumbada lepatuko, laptop tukutuko. അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ വാൺ ചെയ്തിട്ടാ പോയിരിക്കുന്നേ. വീണ്ടും തിരിച്ചു വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ ചോദിച്ചാ ഗണ്ണ് അവനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലേ അവൻ ടോട്ടൽ സൺസിറ്റിയും തലകീഴായി മാറ്റുമെന്നാ പറഞ്ഞിട്ട് പോയിരിക്കുന്നേ. അയ്യോ, ആ ഏലിയൻ ഭയങ്കര പവർഫുൾ ആണെന്നാ തോന്നുന്നത്. അതൊന്നും വലിയ കാര്യമല്ല. ഇന്ന് ഞാൻ ശരിക്കും മൂഡൌട്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുൻപ് ഞാൻ എത്ര ഏലിയൻസിനെ എടുത്തിട്ട് പന്താടിയിട്ടുണ്ടെന്ന് അറിയോ? അവനൊക്കെ ഇരുന്ന സ്ഥലം കാണാതെ പോയിട്ടുണ്ട്. സത്യാണോ മേരങ്കൾ? അല്ലാതെ പിന്നെ ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മീതെ ഒരു വയലിൻ വന്ന് വീഴട്ടെ. അപ്പൊ ഇത്ര നേരം പറഞ്ഞ പച്ച കള്ളം അല്ലേ? ഇപ്പൊ നമ്മൾ ആലോചിക്കേണ്ട കാര്യം മേയറങ്ങളുടെ വീട്ടിൽ നിന്ന് ആ ഗണ്ണ് ആരെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ്. ഒരു പക്ഷേ അങ്ങനെ അടിച്ചു മാറ്റിയത് ടോണി ആയിരിക്കോ? ഇന്നലെ അവൻ മേയറങ്കിളിനോട് കണ്ണു വേണമെന്ന് ചോദിച്ചതാ. ടോണി, ഒരു മിനിറ്റ്, ഒന്നിങ്ങ് വരുമോ? അവന്മാരിപ്പോ ഗണ്ണ് തെരഞ്ഞോണ്ടിരിക്കുന്ന തോന്നുന്നേ. ഏതായാലും ആ ഗണ്ണിനെ ഞാൻ എന്റെ ഡീപ് പോക്കറ്റിൽ മറച്ചു വെച്ചിരിക്കുക. അതുകൊണ്ട് അവരിനെ എന്റെ പോക്കറ്റ് ചെക്ക് ചെയ്താലും അത് കണ്ടെത്താനാവില്ല. ടോണി, നീയല്ലേടാ മേയറങ്കിളുടെ വീട്ടിൽ നിന്ന് ഗണ്ണടിച്ചു മാറ്റിയത്? ഏത് ഗണ്ണ? അത് കൊള്ളാം. അപ്പൊ ആ ഗണ്ണിന്റെ കാര്യം പറയാണോ? ഇല്ലല്ലോ. ഓക്കെ, എന്നാ ഞാൻ പോവാ. ഞാൻ വീട്ടിലേക്ക് പോവാ. എനിക്ക് ഒരുപാട് ഹോംവർക്ക് ചെയ്യാനുണ്ട്. ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് ടോണി ഇത്ര ടെൻഷനായി ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇവൻ എന്തോ ഗുലുമാൽ ഒപ്പിച്ചിട്ടുണ്ട്. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 256 അപ്ലൈ ചെയ്യ്. ഞാൻ ഇപ്പോൾ തന്നെ ഫോർമുല നമ്പർ 256 ആക്ടിവേറ്റ് ചെയ്തേക്കാം. എന്നെ ഞാൻ സ്വയം മാഗ്നറ്റൈസ് ചെയ്തേക്കാം. ഒരു പക്ഷേ അയൺ ഗൺ ടോമിയുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ നടക്കുന്ന കോമഡി നീ കണ്ടു രസിക്കൂ. ആരാണ് എന്നെ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കുന്നത്? അത് കൊള്ളാം. ദാ കിട്ടി ഗൺ. അപ്പൊ നീ ഗണ്ണ് ഇവിടെയാ മറച്ചു വെച്ചിരിക്കുന്നല്ലേ? കാട്ടിൽ മയിൽ ആടിക്കൊണ്ടിരിക്കും, ടോണി ബോസ് എപ്പോഴും മോഷ്ടിച്ചോണ്ടിരിക്കും. ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ആ ഏലിയൻ പറഞ്ഞത്
ഈ ഗണ്ണിനെ അവന്റെ മുത്തശ്ശൻ 100 വർഷങ്ങൾക്ക് മുൻപ് ഏതോ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തുന്നല്ലേ? ഈ ഗണ്ണിൽ എഴുതിയിരിക്കുന്നത് വെച്ച് നോക്കുമ്പോ ഇതുണ്ടാക്കിയിട്ട് വെറും 50 വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏലിയൻ അങ്ങനെ കള്ളം പറഞ്ഞ് എന്തിനാ ഈ ഗണ്ണ് സ്വന്തമാക്കുന്നത്? ഇത് കണ്ടോ കീക്കോ? ഇന്റർനെറ്റിൽ ഈ ഗണ്ണിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നതെന്ന് കണ്ടോ? ഇതൊരു ആന്റിക് ഗണ്ണാണ്. ഓരോ ആന്റിക് സാധനവും വളരെ വളരെ കോസ്റ്റ്ലിയാണ്. ഒരുപക്ഷെ ഇതവൻ തേടി കണ്ടെത്തി നല്ല വിലക്ക് വിറ്റ് ഒരുപാട് കാശുണ്ടാക്കാന്ന് കരുതിയിട്ടുണ്ടാവും. അതെ, പക്ഷെ നമ്മുടെ പ്ലാനറ്റിലെ കാശ് അവന്റെ പ്ലാനറ്റിൽ യൂസ് ആവില്ലല്ലോ. ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും എന്തോ കുലുമാൽ എനിക്ക് ഒപ്പിച്ചിട്ടുണ്ട്. തോന്നുന്നത് ആരോ ഒരുത്തൻ ഭയങ്കര ഫ്രോഡ് ചെയ്യുന്നുണ്ടെന്നാണ്. ആദ്യം നമ്മൾ അത് കണ്ടെത്തണം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു കാര്യം മനസ്സിലാവുന്നില്ല. ഏലിയൻ ഏത് ഭാഗത്തേക്ക് കൈ നീട്ടിയാലും അവിടെയൊക്കെ ബോംബ് ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്യ് സൂപ്പർ സ്പീഡോ, ഇവിടെയുള്ള റോഡ്സ് മുഴുവനും സ്കാൻ ചെയ്യ്. അപ്പൊ അതാണല്ലേ കാര്യം. വേഗം വാ, നമുക്ക് ഉടൻ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് ചെക്ക് ചെയ്യാം. UFO വരുന്ന സമയത്ത് ലൈറ്റ്സ് എങ്ങനെയാ ഫ്ലിക്കർ ആയെന്ന് നോക്കാലോ. ഇനിയാ ഏലിയൻ ഇങ്ങോട്ട് വരട്ടെ. ഇപ്പൊ അവന്റെ എല്ലാ ടെക്നിക്സും എനിക്ക് മനസ്സിലായി. ഈ ഗണ്ണൊക്കെ ഡമ്മിയാണ്. ചേട്ടാ, ഏലിയൻ ഇപ്പോ മലയാളത്തിലാണല്ലോ സംസാരിക്കുന്നത്. നീയും ഡമ്മി തന്നെയാണ് ഏലിയൻ. ദേ നോക്ക്, ദേഷ്യം വന്നപ്പോ നിന്നെ തന്നെ മറന്ന് നീ മലയാളം സംസാരിച്ചു. ഏലിയനെ പോലെ ഞാൻ ഡമ്മിയായിട്ട് വന്നതാ. ആന്റി സാധനം തേടി വന്ന ഞാൻ അസ്ലി. കീക്കോ, എന്നെ കുറിച്ചുള്ള സത്യം നീ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. നിനക്ക് എങ്ങനെയാണ് സംശയം തോന്നിയത്? ഞാനൊരു കാര്യം മനസ്സിലാക്കി. ആ ആന്റിക് ഗൺ കൊണ്ടുപോയി വിറ്റാൽ ഒരുപാട് കാശ് കിട്ടുന്നതാണ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കാശ് വെച്ച് ഏലിയൻ എന്ത് ചെയ്യാനാ. പക്ഷേ ആ ബോംബുകളൊക്കെ ബ്ലാസ്റ്റ് ആയില്ലേ? പിന്നെ ലൈറ്റ്സ് പെട്ടെന്ന് ഫ്ലിക്കർ ആയത്. ഓൾറെഡി ആ ബോംബൊക്കെ അവൻ ഈ സൺസിറ്റി റോഡിനകത്ത് കുഴിച്ചു വെച്ചതാണ്. അതവൻ കയ്യിൽ മറച്ചു വെച്ചിരുന്ന റിമോട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് ബ്ലാസ്റ്റ് ആക്കിയിരിക്കുകയാണ്. നീ ജാമർ വെച്ചവൻ ലൈറ്റ്സ് എല്ലാം ഫ്ലിക്കർ ചെയ്തതാ. എന്താണോ നീ വളരെ ബുദ്ധിമാനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്? ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഈ ബോംബ് എന്താ ബ്ലാസ്റ്റ് ആവാത്തെ? എന്റെ റിമോട്ടറിന്റെ ബാറ്ററി ഡൗൺ ആയി പോയോ? ബാറ്ററി അല്ലടാ ഡൗൺ ആയത്. നീ കുഴിച്ചു മുടി വെച്ച എല്ലാ ബോംബുകളും ഞാൻ തോണ്ടി എടുത്തിട്ടുണ്ട്. അതെല്ലാം ഡിഫ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതെല്ലാം ദീപാവലി സമയത്ത് പൊട്ടിച്ച് കളിക്ക്. മര്യാദയ്ക്ക് ആന്റിക് ഗൺ എന്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നേക്ക്. ആ ഗൺ എനിക്ക് തിരിച്ചു തന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവര് രണ്ടുപേരെയും ഒരു വഴിയാക്കാതെ വിടില്ല. ഏലിയന്റെ വശത്തിൽ വന്നവൻ നഗ്ലി. ആന്റി കടിച്ചു മാറ്റിയവന്റെ പേര് അസ്ലി. സൂപ്പർ സ്പീഡോ, നമ്മൾ റോഡ് വഴി UFOയെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മൊത്തം സൺസിറ്റിയെ നശിപ്പിച്ചു കളയും. വേഗം ഫോർമുല നമ്പർ 33 അപ്ലൈ ചെയ്യേ, എന്നിട്ട് അവനെ ഫോളോ ചെയ്യ്. ഓക്കേ ഡ്യൂഡ്, ആക്ടിവേറ്റിംഗ് ഫോർമുല 33. ഈ ആന്റി ഗണ്ണ് വിറ്റ് ഞാൻ കാശുണ്ടാക്കും. ഞാൻ വളരെ വലിയ പണക്കാരനായി മാറും. അതിനുശേഷം എയ്റോപ്ലെയിൻ ടെക്നോളജി യൂസ് ചെയ്ത് ഇതുപോലെ ഒരുപാട് UFO ഞാൻ റെഡിയാക്കി എല്ലാ ലോകവും ഞാൻ കൊള്ളയടിച്ചിരിക്കും. ഏലിയനെ പോലെ വരുമ്പി നക്ലി, ആന്റിക് സാധനം അടിച്ചോണ്ട് പോകുന്നവൻ അസ്ലി. ആദ്യം ഞാൻ ഇവന്മാരെ രണ്ടുപേരെയും വകവരുത്തിയിട്ടുള്ളൂ. ബാക്കി കാര്യം. അതെ കീക്കോ, അവനിപ്പോ നമ്മുടെ നേർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വരുന്നത്? കീക്കോ, UFOയുടെ ആ സ്ട്രൈക്ക് ഭയങ്കര പവർഫുൾ ആയിരുന്നു. എന്റെ ടോട്ടൽ സിസ്റ്റവും ഹാങ് ആയി എന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ഇനി അടികൊള്ളാൻ പോകുന്നത് നമ്മളല്ല, പക്ഷേ അവനായിരിക്കും. ഫോർമുല നമ്പർ 888. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. അപ്ലൈയിങ് ഫോർമുല 888.
അങ്ങനെ പമ്പരം പോലെ ചുറ്റിക്കറക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് നിന്റെ ഈ ചുറ്റിക്കളി? ബൈ ബൈ UFO. അവസാനമായി ഞാൻ നിനക്ക് വാർണിംഗ് തരികയാണ്. മര്യാദയ്ക്ക് ആ ഗൺ സറണ്ടർ ചെയ്തേക്ക്. നീയും നിയമത്തിന്റെ മുന്നിൽ സറണ്ടർ ആയേക്ക്. ആണോ? ശരി, ഓക്കെ. എന്നാ വന്ന് എന്നെ പിടിക്കടാ. ഏലിയനെ പോലെ ഒരു മീനക്ലി ആന്റിക് സാധനങ്ങൾ അടിച്ചോണ്ട് പോകുന്ന അസലേ. വാടാ, വന്നെന്നെ പിടിക്ക. അവന്റെ സൂട്ടിൽ കറണ്ട് സപ്ലൈ ഉണ്ട്. അവനെ തൊട്ടാൽ ഉടൻ തന്നെ എനിക്ക് കറണ്ട് ഏൽക്കുന്നു. ആദ്യം ആ സൂട്ടിനെ എന്തെങ്കിലും ചെയ്യണം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 424. ഓക്കെ ഡ്യൂഡ്, ഫോർമുല നമ്പർ 424 ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ സൂട്ടിന് ഞാൻ ഒരു റബ്ബർ കോട്ട് കൊടുത്തേക്കാം. അപ്പൊ നീ അവനെ ടച്ച് ചെയ്യുമ്പോൾ നിനക്ക് ഷോക്ക് ഏൽക്കില്ല. കാറ്റിൽ പറന്നുകൊണ്ട് ചാടി ചാടി കിക്ക് ചെയ്യാൻ ഞാൻ പ്രാക്ടീസ് ചെയ്തതല്ലേ? ഇപ്പോ ആ ടെക്നിക്ക് യൂസ് ചെയ്ത് കിക്ക് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. പറന്ന് നടക്കുന്ന ചിറക് വെട്ടി ജയിലിലടക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞേ? സാർ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ യു ആർ അണ്ടർ അറസ്റ്റ്.